നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസ് ചെയ്യാൻ ഇനി 28 ദിവസം മാത്രമാണ്. ഇതിനോട് അനുബന്ധിച്ച് പുതിയ പോസ്റ്ററും മോഹൻലാൽ പങ്കിട്ടിട്ടുണ്ട്. മോഹൻലാലിനൊപ്പം മറ്റ് കഥാപാത്രങ്ങളെയും പോസ്റ്ററിൽ കാണാം. മോഹൻലാലിന്റെ പോസ്റ്റ് വന്നതിന് പിന്നാലെ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ബറോസ് ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 തിയേറ്ററുകളിൽ എത്തുന്നു. 2019 ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത്. ഒഫീഷ്യൽ ലോഞ്ച് 2021 മാർച്ച് 24 170 ദിവസത്തോളം ചിത്രീകരണം നടന്നു. ഈ വർഷം മാർച്ച് 22 പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല. പിന്നീട് 2024 ഓണം റിലീസായി സെപ്റ്റംബർ 12 ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് മാറ്റി. പിന്നാലെ ഒക്ടോബർ 3 റിലീസ് ചെയ്യുമെന്ന് മോഹൻലാൽ ഔദ്യോഗികമായി അറിയിച്ചു. പക്ഷേ അതിനും മാറ്റം വരികയായിരുന്നു. അവസാനം ക്രിസ്മസ് റിലീസായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിവിധ പ്രൊമോഷൻ മെറ്റീരിയലുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രൊമോഷൻ പരിപാടികൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ പോലും മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ എത്തുന്നത്. എന്തായാലും മോഹൻലാൽ ബറോസിന്റെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങിയിട്ടില്ല. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലാണ് മോഹൻലാൽ ഉള്ളത്. അതിഗംഭീര ആക്ഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ബറോസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമ ഒരുക്കുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഒരു 3D ചിത്രം മലയാളത്തിൽ സംഭവിക്കുന്നു. അതും വ്യത്യസ്തമായ സർപ്രൈസുകളുമായി എത്തുന്ന മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം എന്നതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഇതൊരു ഫാന്റസി ചിത്രമാണ്. അത് കാണാൻ വേണ്ടി പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബറോസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തെലുങ്ക്, തമിഴ് പ്രേക്ഷകരൊക്കെ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടിട്ട് തന്നെയാണ് പ്രേക്ഷകരൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ്, എനോള ഹോംസ്, വാണ്ട വിഷൻ എന്നീ ചിത്രങ്ങൾക്ക് VFX ഒരുക്കിയ പിക്സ് റോക്സ് ആണ് ബറോസിന് വേണ്ടി VFXകൾ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ദ മെഗ്, കേറ്റ്, റേസ് 3 എന്നീ ചിത്രങ്ങൾക്ക് സ്റ്റണ്ട് ഒരുക്കിയ ജാക്രറ്റ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി സ്റ്റണ്ട് ഒരുക്കിയിരിക്കുന്നതും. കൂടാതെ സ്കൈവർക്ക് സ്റ്റുഡിയോസ് ആണ് 3D ഫിലിമിംഗ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ചില മഹാരഥന്മാർ ഈ ചിത്രത്തിന്റെ പുറകിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ബറോസ് ഒരു വിസ്മയം തീർക്കും എന്ന് തന്നെയാണ് പല പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ എത്തണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവരെല്ലാവരും. ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നാലും ഈ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു കൊച്ചു പെൺകുട്ടിക്കാണ്. ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. വിവിധ ഭാഷകളിൽ റിലീസാകുന്ന ചിത്രം 3Dയിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ബറോസ് ഒരുക്കിയിട്ടുള്ളതെന്നും 2.5 മണിക്കൂർ പ്രേക്ഷകർ കണ്ണടയിട്ട് സിനിമ കാണുമ്പോൾ അവർക്ക് പ്രയാസം തോന്നരുതെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. കൂടുതൽ പുറത്തുള്ള അഭിനേതാക്കൾ അഭിനയിച്ച ചിത്രം ഇന്ത്യക്ക് പുറത്തൊക്കെ കാണിക്കാൻ പറ്റുന്ന ചിത്രമാണെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ബറോസ് ഉടനെ തിയേറ്ററിലേക്ക് എത്തും. അത് 3Dയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. 3Dയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ 2 കണ്ണുകളാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അലൈൻമെന്റ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2.5 മണിക്കൂർ ആളുകൾ കണ്ണടയിട്ട് സിനിമ കാണുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. ഫ്രെയിമിന്റെ സെറ്റിംഗ് വരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണ് വേദനിക്കും. ഒബ്ജക്റ്റുകളുടെ ലെങ്ത് കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിന്റെ റീറെക്കോർഡിംഗ് ഒക്കെ പുറത്താണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് അതിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് വിദേശികളായ അഭിനേതാക്കളാണ്. ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാൻ പറ്റിയ ഒരു സിനിമയാണ് ബറോസ്. പോർച്ചുഗീസ് പാട്ടുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ലോസ് ഏഞ്ചൽസിലെ വലിയ പ്രശസ്തനായ ഒരു മ്യൂസിക് കമ്പോസറാണ് ഇതിലെ സോങ്ങുകളെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് ബറോസ്. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.